നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലായി കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയാവേശം, വികസന ചർച്ചകൾ വളരെ സജീവമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ചാണ് പടക്കളം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഈ പരിപാടി ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കൊല്ലത്താണ്. കൊല്ലത്ത് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നിന്നുമാണ് കൊല്ലത്തിൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധങ്ങളായ വിഷയങ്ങൾ, രാഷ്ട്രീയം എല്ലാം ചർച്ച ചെയ്യുന്ന പടക്കളം ആരംഭിക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും പടക്കളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിന്ന് ഈ പടക്കളത്തിൽ നമ്മളോടൊപ്പം ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ എക്സ് ഏണസ്റ്റ് CPIM LDF, ശ്രീ AK ഹഫീസ് കോൺഗ്രസ് UDF, ശ്രീ S പ്രശാന്ത് BJP NDA. ഇവിടെ ഹഫീസ്, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. വികസനവും രാഷ്ട്രീയവും വികസനവും ഒരുപോലെ തന്നെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രധാനമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഏതിലും. അപ്പോൾ ഇതിനെ രണ്ടായി തന്നെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിലേക്ക് വന്നാൽ, ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയം, പ്രശ്നം നിങ്ങൾക്ക് എത്രമാത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്? കേരളത്തിലെ ഒരു പ്രതിപക്ഷ MLA കേസിൽ പ്രതിയായി ഒളിവിൽ നിൽക്കുന്ന സാഹചര്യം, കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു നിൽക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത് ഏതൊക്കെ തരത്തിലാണ് നിങ്ങളെ സംബന്ധിച്ച് തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം? അതിനെ എങ്ങനെ മറികടക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതിരോധത്തിലല്ല. ഇതൊരു തിരിച്ചടിയും ഞങ്ങൾക്കില്ല. കാരണം വളരെ ധൈര്യസമേതമാണ് ഞങ്ങൾ ഇതിനെ നേരിടുന്നത്. ഇതേ വിഷയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിൽ ചില പരാതികൾ വന്നപ്പോൾ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് എല്ലാ നേതൃത്വ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ ഇതേ വിഷയം നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മളിതിൽ നിന്ന് സംസാരിക്കുന്നത് കൊല്ലത്ത് സംസാരിക്കുമ്പോൾ കൊല്ലത്തിനൊരു MLA ഉണ്ട്. ഞാനത് സൂചിപ്പിക്കുന്നത്, കൊല്ലം MLA M മുകേഷിനെതിരെ CPM ഓ LDF ഓ ഒരു ചെറുവിരൽ അനക്കിയതായിട്ട് അദ്ദേഹത്തെ ഒന്ന് ചോദ്യം ചെയ്തതായിട്ടോ അദ്ദേഹത്തിനൊരു താക്കീത് നൽകിയതായിട്ട് പോലും എവിടെയും പത്രത്തിലെങ്ങും കണ്ടില്ല, വാർത്തകളിലും കണ്ടില്ല, ഒരു സ്ഥാനത്തും കണ്ടില്ല. എത്രയോ പരാതികൾ ഈ M മുകേഷിനെതിരെ എത്ര പരാതികൾ നമ്മുടെ ചാനലുകളിലെല്ലാം ചർച്ചകളിലൊക്കെ വന്നു. അതാരെങ്കിലും വെറുതെ പറയുകയായിരുന്നില്ല, എല്ലാവരുടെയും ശബ്ദം ഒക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ശബ്ദങ്ങളൊന്നും എൻ്റേതല്ല. ഓഡിയോ പുറത്തു വരുമ്പോൾ ഈ ഓഡിയോയിൽ എവിടെയെങ്കിലും മുകേഷ് ഒരിക്കലെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ ഇത് എൻ്റെ ശബ്ദമല്ല, ഞാനിതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല? ഓരോ ഭാഷയും ഒരു വോട്ടർ വിളിക്കുമ്പോഴായാലും പൊതുജനം വിളിക്കുമ്പോഴായാലും സിനിമാ നടികൾ വിളിക്കുമ്പോൾ പോലും ഉപയോഗിച്ച വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് കുട്ടികളിരിക്കുന്ന വേദിയിലോ സ്ത്രീകളിരിക്കുന്ന വേദിയിലോ സൂചിപ്പിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഒരു നടപടിയും എടുത്തില്ല. മാത്രമാണോ, ശ്രീ PK ശശി ഇന്ന് KTDCയുടെ ചെയർമാനാണ്. ഗോപി കോട്ടമുറിക്കലി അടുത്ത കാലം വരെ കേരള ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ എത്ര P ശശി ഇന്ന് രാജ്യത്തെ മുഴുവൻ, കേരളത്തിലെ മുഴുവൻ പോലീസിനെയും നിയന്ത്രിക്കുന്ന സ്ഥാനത്തിരിക്കുന്നു. എന്ത് നടപടി CPM എടുത്തു? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളുടെ ഒരു MLA ആ നിലയിൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു, രാഷ്ട്രീയമായി ചർച്ചയാകുന്നു പലയിടത്തും. അത് അങ്ങനെ വരുന്നൊരു പ്രത്യേക സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടോ? ഇതുപോലെ പല തെരഞ്ഞെടുപ്പും കഴിഞ്ഞു പോയതാണല്ലോ. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ ആശയങ്ങൾ അങ്ങനെ പറഞ്ഞ് പ്രതിക്കൂട്ടിലാക്കാമെന്ന് ശ്രമിക്കണ്ട. എല്ലാ കാലത്തും ഒരു സാധാരണ ചൊല്ലുണ്ടല്ലോ, ചക്ക വീണാൽ മുയല് ചാകും. ഇനിയും ഒരു ചക്ക വീഴും, ആ മുയല് ചാകും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതിൽ ഈ നിലയിൽ കോൺഗ്രസും UDFും ഈ വിഷയത്തെ ജനങ്ങളോട് വിശദീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് പോയാൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയുടെ വിഷയമാണോ? ഇതൊരു ഗൂഢാലോചന ആരോപിച്ച് നിൽക്കാൻ എത്രമാത്രം അവർക്ക് കഴിയും? LDF എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? UDFിൻ്റെ സംസ്കാരമാണ്, ആ നിലയിലാണ് നമ്മൾ കാണുന്നത്. UDFും BJPയും RSSൻ്റെ ശാഖയിൽ പോകുന്ന ചെറുപ്പക്കാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ആത്മഹത്യാക്കുറിപ്പിലൂടെ പുറത്തു വരികയാണല്ലോ. സമാനമാണ് കോൺഗ്രസ്. വയനാട് DCC ഓഫീസിലാണ് ശാന്ത എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയെ കൂട്ടമാനഭംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കുഴിച്ചു മൂടിയത്. വിൻസെൻ്റ് MLA അവിടെ നിൽക്കുകയാണ്, യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ മകളുടെ വിവാഹത്തിന് സരിത പങ്കെടുത്തു എന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സഖാവ് EP ജയരാജൻ്റെ ഭാര്യയ്ക്കടുത്ത് സരിത നിൽക്കുന്നതായി കള്ളപ്രചരണം നടത്തിയ UDF ആണ് ഇപ്പോൾ മുകേഷിനെ കുറിച്ച് ആക്ഷേപിക്കുന്നത്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ആശങ്കയില്ല. കേരളീയ സമൂഹം ഇതെല്ലാം കാണുന്നുണ്ട്.
മാങ്കൂട്ടത്തിൻ്റെ സംസ്കാരവുമായി UDF-ന് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് 13-ാം തീയതി കേരളം തെളിയിക്കും. വരാം അടുത്ത റൗണ്ടിൽ. ഇവിടെ പ്രശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിലടക്കം BJP-യെയും ആരോപിക്കുന്നുണ്ട്, ഗൂഢാലോചനയുടെ ഭാഗമായി BJP-യെ ആരോപിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം, നമുക്ക് കുറേ കൂടി വിപുലമായ രാഷ്ട്രീയത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലറുടെ ആത്മഹത്യ, സ്ഥാനാർത്ഥിയാകാൻ നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ, പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ വനിതാ നേതാവ് BJP വിട്ടുപോയ അവസ്ഥ, ഇങ്ങനെ കുറേയേറെ പ്രശ്നങ്ങൾ കേരളത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളും നേരിട്ടിട്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് സ്വാഭാവികമായും ബോധപൂർവം ഈ രണ്ട് മുന്നണികളും പരസ്പരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. BJP-യെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇവിടെ 3 ഭരണകൂടങ്ങളുണ്ട്. ആ ഭരണകൂടങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട തെരഞ്ഞെടുപ്പാണിത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ, മോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട്. അതോടൊപ്പം തുടർച്ചയായി 2 തവണ പിണറായി സർക്കാർ കേരളം ഭരിക്കുന്നുണ്ട്. തുടർച്ചയായി 25 വർഷക്കാലമായി കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഈ മുന്നണികൾ നടത്തുന്ന ഭരണത്തെ സംബന്ധിച്ച്, ഇവിടുത്തെ കേരളത്തിലെ ഒരു സമഗ്രമായ വികസനത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള വിഷയങ്ങളല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതിനു പകരം ബോധപൂർവം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പരസ്പരം ഇട്ടുകൊണ്ട് കോൺഗ്രസ് MLA-യെക്കുറിച്ച് ഇടതുപക്ഷ സഖാക്കന്മാർ പറയുന്നു, ഇടതുപക്ഷ സഖാക്കന്മാരെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നു. ഇത് ബോധപൂർവം വഴിതിരിച്ചു വിടുവാൻ വേണ്ടി ഇവർ 2 പേരും ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ച് അത് നിയമത്തിൻ്റെ വഴി തന്നെ പോകണം എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചുള്ളത്. BJP-ക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, ഒരു വികസിത കേരളമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വികസിത കേരളത്തോടൊപ്പം തന്നെ ഞങ്ങളൊരു വികസിത കൊല്ലം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ജനകീയപ്രദമായിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തിന് കിട്ടണം. ആ നിലയിലുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. മറ്റു വിഷയങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശബരിമല കൊള്ളയുടെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു നീക്കുപോക്ക് നടത്തുന്നത്? അവിടെ മൈക്ക് ചേർത്ത് വെച്ച് സംസാരിക്കും. അടുത്ത സഖാവ് ഏണസ്റ്റിനോടും BJP നേതാവിനോടാണ്. നമ്മുടെ ഈ കൊല്ലം മുനിസിപ്പാലിറ്റി അപ്ഗ്രേഡ് ചെയ്തിട്ട് 30 വർഷമാകും. ഈ 30 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തിയത്? അതോ ഇത് ഡീഗ്രേഡ് ചെയ്യുകയാണോ ഉണ്ടായത്? ഇവിടെ ഉണ്ടായിരുന്ന ഈ കോമ്പൗണ്ടിൽ ഒരു സ്ലാട്ടർ ഹൗസ് ഉണ്ടായിരുന്നു 50 വർഷത്തിന് മുമ്പ്. അത് മാറ്റി സ്ഥാപിച്ചിട്ട് ഇന്നിപ്പം അത് മൃതപ്രായത്തിലാണ്. അതിനകത്തുണ്ടാകുന്ന വലിയൊരു അഴിമതിയുടെ കഥയുണ്ട്. അതായത് 5 വർഷത്തിന് മുമ്പ് ഇവരിത് പൂട്ടിയപ്പോൾ അന്ന് അവിടുത്തെ മൃഗാവശിഷ്ടങ്ങൾ ലേലം ചെയ്തിരുന്നു. അകത്തുള്ള ഈ അവശിഷ്ടങ്ങൾ അത് 90 ലക്ഷം രൂപയ്ക്കാണ് പോയിരുന്നത്. ഈ 5 വർഷം കൊണ്ട് ഈ 90 ലക്ഷം രൂപ ആര് മേടിച്ചു, എവിടുന്ന്? അത് ഉത്തമമായൊരു ചോദ്യമാണ്. നമുക്ക് രണ്ടായിട്ട് തന്നെ എടുക്കാം. വികസനം ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അത് എടുത്തിട്ട് അതിലേക്ക് കൂടി വരാം. എന്നിട്ട് അതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. എനിക്ക് പറയാനുള്ള വികസനത്തിനെ പറ്റിയാണ്. വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ സുരേഷ് ഗോപി മന്ത്രിയുടെ ഒരു ഇത് കേട്ടു. എനിക്ക് ഗർഭവും പിന്നെ സ്വർണ്ണക്കൊള്ളയൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വികസനം. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ, അദ്ദേഹം ഒരു കൊല്ലത്തുകാരനല്ലേ, കൊല്ലത്ത് ജനിച്ച് വളർന്നൊരു വ്യക്തി ഇല്ലേ? അദ്ദേഹം കൊല്ലത്തിന് വേണ്ടി ചെയ്യാത്ത അദ്ദേഹം എന്ത് കാര്യം തൃശ്ശൂരിന് വേണ്ടി ചെയ്യാൻ പോകണം? ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ക്ലിഫിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് വർക്കിൽ ഞാൻ നേരിട്ട് ചെന്ന് കൊല്ലത്ത് മുടങ്ങി കിടക്കുന്ന 3 വൻകിട ഡെവലപ്മെൻറ്റ് പദ്ധതികൾ ഞാൻ കൊടുത്തു. ഹി ഡിഡ് നോട്ട് ഈവൻ റിസീവ് ഇറ്റ്. എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ലിസൺ. ഒന്ന് നമ്മളെ ജലപാത കൊല്ലം ഹബ്ബായി മാറുന്ന ഒരു സംഭവം അത് ചെയ്തില്ല. നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി നമ്മളവിടെ ഇതുണ്ടാക്കിയിട്ടിരിക്കുന്നത് എന്തുവാ, ഹാർബർ. ഒരു കപ്പൽ പോയിട്ട് ആരെങ്കിലും ഇവിടെ തടഞ്ഞില്ല. കുടിവെള്ള പ്രശ്നം, ഞാങ്കട കുടിവെള്ള പ്രശ്നം 350 കോടി രൂപ. ഇതെല്ലാം പുള്ളി ഒരു വിമർശനമായിട്ട് അതെടുക്കാം. ഇവരുടെ കൂടി ശ്രദ്ധയിലേക്ക് അത് വരുന്നു. ഞാൻ ചോദിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെൻറ്റിൻ്റെയും UDF ഗവൺമെൻറ്റിൻ്റെയും നയവൈകല്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചില കണക്കുകൾ ഉദ്ധരിക്കുകയാണ്. അതായത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൊതു വിദ്യാഭ്യാസ യജ്ഞം, അതായത് പൊതുമേഖലയിൽ വിദ്യാർത്ഥികൾ കൂടുതലായി വന്നുകൊണ്ടിരുന്നു. അതായത് 7.5 കോടി വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നത്. എന്നാൽ UDF ഗവൺമെൻറ് കാലത്ത്
4 ലക്ഷത്തിലധികം കുട്ടികൾ കൊഴിഞ്ഞുപോയി. ഉദാഹരണത്തിന് മലാലപ്പറമ്പിലുള്ള ഒരു സ്കൂള് അന്ന് പത്രത്തിൽ പ്രത്യേകം വാർത്ത വന്നതാണ്. ഒന്ന് അപ്പോൾ ഇത് ഈ നയവൈകല്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഓക്കെ, ശരി. വികസനം ആണ് പ്രധാന അജണ്ട. ഞാൻ ചോദിക്കുന്ന വികസനം എന്ന് പറഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ 30 വർഷമായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വികസനത്തിൽ എങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും അതാ ചോദിക്കുന്നത്. എനിക്ക് ബി ജെ പി വികസനത്തിനോട് വലിയ താല്പര്യമുള്ള വ്യക്തികളാണ്. 5 നയാ പൈസ വിഴിഞ്ഞത്തിന് വേണ്ടി മുടക്കിയിട്ടില്ല. കാരണം എന്താ? 10,000 കോടി രൂപ ഒരു വർഷം അവർക്ക് കസ്റ്റംസ് ഇനത്തിൽ മാത്രം കിട്ടുന്ന ഒരു പ്രോജക്റ്റിന് 5 പൈസ കൊടുക്കാണ്ട് 757 കോടി രൂപ വയബിൾ ഫണ്ട് കൊടുക്കും. പക്ഷേ അത് നമ്മൾ 10,000 കോടി രൂപ തിരിച്ചു കൊടുക്കണം. അത് മാത്രമല്ല, നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കണക്കല്ല, CAG-യുടെ റിപ്പോർട്ടിൽ 2018 മുതൽ 2024 വരെ കേരളത്തിന് അനുവദിച്ച 1100 കോടി രൂപ ഒരു വർഷം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ കണക്കുണ്ട് സാർ, ചുരുക്കി തന്നെ പറയുന്നത്. അതായത് കോർപ്പറേറ്റ് ടാക്സിന് 6,661 കോടി രൂപയാണ് 2018 കിട്ടിയത്. 2023 6,150 കോടി രൂപ. കസ്റ്റംസിൽ 1,349 രൂപ കിട്ടിയത് 718 കോടി രൂപയായിട്ട് കുറഞ്ഞു. എക്സൈസിൽ 897 കോടി രൂപ എക്സൈസിൻ്റെ ഇതിൽ കിട്ടേണ്ടത് നമുക്ക് 225 കോടി രൂപയാണ് 2023-24 പറഞ്ഞു. ഇത് ഗവൺമെൻറ് പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചിലവാക്കേണ്ട കാശല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന കാശ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോയി പൊട്ടടിക്കാനുള്ളതല്ല. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിഹിതമായി കൊടുത്തു വേണം വികസന പ്രവർത്തികൾ കാണിക്കേണ്ടത്. കേരളത്തോടുള്ള കേന്ദ്ര സമീപനത്തിലുള്ള വിമർശനമാണ് ഉദാഹരണ സഹിതം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ലാസ്റ്റ് അതിനുശേഷം നമ്മളെ LDF-ൻ്റെ ഏണസഖാവിനോടും BJP നേതാവിനോടുമാണ് ചോദിക്കാനുള്ളത്. ഞങ്ങളിവിടെ ബഹുമാന്യനായ AK ഹഫീസിനെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. പക്ഷേ BJP-യും CPM-ഉം രണ്ടുപേരും ഒരു മേയർ സ്ഥാനാർത്ഥി ആരാണെന്നോ എന്താണെന്നോ അതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ CJP ആയിട്ട് ഇപ്പോഴേ ആദ്യമേ തന്നെ പ്രവർത്തിച്ചു പോവുകയാണോ? നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, അഭിപ്രായം ഉണ്ടോ എന്നാണ് ചോദിക്കാനുള്ളത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇപ്പോൾ എടുത്ത് പറയുന്നു, 2-3 വർഷത്തിന് മുമ്പ് നടന്ന വിഷയങ്ങൾ പറയുന്നു. അതൊക്കെ ഞങ്ങൾ വിഷയങ്ങളായിട്ട് തന്നെ മുന്നിൽ നിൽക്കുമ്പോഴും ചോദിക്കുന്നത്, പത്മകുമാറിനെയും വാസുവിനെയും പുറത്താക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ. ഇനി ഇതിന് ശേഷം ഇതുകൂടി മാത്രം, അതിനുശേഷം ഇവരിലേക്ക്. ഇവിടെ നമ്മൾ വികസനമാണല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടത്. വികസനവും ചർച്ച ചെയ്യും. ഇവിടെ UDF ആണെങ്കിലും BJP ആണെങ്കിലും ഇവർ തെരഞ്ഞെടുപ്പിന് പല പ്രകടന പത്രികകൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇവർ പ്രകടന പത്രിക ഇലക്ഷന് വേണ്ടിയിട്ട് മാത്രം, തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം മുന്നിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് എന്നുള്ള നിലയിലേക്കാണ് ഇവർ പറയുന്നത്. ഞാൻ എൻ്റെ വീടിനകത്ത് ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. ഈ 10 വർഷക്കാലയളവിൽ നമ്മുടെ LDF ഭരണം വന്നതിന് ശേഷം വരുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിരുന്നാൽ 10 മണിക്ക് ചെന്നാൽ ഡോക്ടർ വരുന്നത് 11 മണിയാകുമ്പോഴത്തേക്കാണ്. ചെന്നാൽ ഒരു തുണ്ട് മാത്രമാണ് എഴുതി തരുന്നത്. ആ തുണ്ടിനെ മരുന്നാക്കി മാറ്റിയത് LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. ആ തുണ്ടിനെ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ ആ തുണ്ടിനെ മരുന്നാക്കി മാറ്റിയത് LDF ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ സാധാരണക്കാരുടെ ജനങ്ങളാണ്, അവരുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ബാക്കി കാര്യങ്ങൾ വിട്. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ പീടികയിൽ മുൻപ് റേഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്ക് കൊടുക്കുന്ന ആഹാരമായിരുന്നു. എന്നാൽ ഇന്ന് ആ റേഷൻ വാങ്ങിച്ചാൽ ആരെങ്കിലും കോഴിക്ക് കൊടുക്കാറുണ്ടോ? ഞാൻ കൊടുക്കാറില്ല, നമ്മളവിടെയും കൊടുക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, എത്ര ലക്ഷം ആൾക്കാരാണ് ഈ സ്കൂൾ. അതുകൊണ്ട് തന്നെ ഈ വികസനങ്ങളെല്ലാം വന്നത് ഈ 10 വർഷ കാലയളവിൽ LDF-ന്റെ ഭരണത്തിന് ശേഷം വന്ന മാറ്റങ്ങളാണ്, നമ്മുടെ നാടിനകത്ത് വന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, തുടർന്നും കൊല്ലം കോർപ്പറേഷൻ രൂപീകരണ വേളയിൽ മുതൽ ഇന്ന് വരെ LDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ തുടർന്നും LDF തന്നെ ഭരിച്ചിരിക്കും. നിങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇവിടെ താങ്കളെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചതിന്റെ മികവിനെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് പോകുമ്പോൾ കോൺഗ്രസ് പിണറായിയാണോ? ഒന്നുകൂടെ കേട്ടില്ല. എന്താ പ്രളയ സമയത്ത് തന്ന അരിക്ക് വരെ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച ആൾക്കാരാ ചോദിക്കുന്നത്, മോദിയാണോ എന്ന്. ഈ പറഞ്ഞ BJP-കാരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ ലൈഫ് പദ്ധതിയിൽ തന്നെ ഭവനം കൊടുക്കുന്നുണ്ട്. ഒരു വീടിന് എത്ര രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ. ഞാൻ പറഞ്ഞ താങ്കളെ ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു, കോഴിക്കോട് വിനുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് വലിയ തോതിൽ പെട്ടുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 25 വർഷമായി LDF-ന്റെ കയ്യിലിരിക്കുന്ന കോർപ്പറേഷനിലെ അദ്ദേഹത്തിന് വേണ്ടി കൺക്ലൂഡ് ചെയ്താണ്. നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അത് വേണ്ട പ്ലീസ്. അല്ല
നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇവിടെ മറുപടി പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പ്ലീസ് നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, ശാന്തരായിരിക്കുക. നല്ല നിലയിൽ ഇത് നടക്കട്ടെ. പരിപാടി നടക്കട്ടെ. നല്ല നിലയിൽ ഇത് നടക്കട്ടെ. നിങ്ങൾ ശാന്തരായിരിക്കുക. ഇടപെടണ്ട സുഹൃത്തെ, പ്ലീസ് ഇടപെടണ്ട. നിങ്ങൾ തമ്മിലാവണ്ട പ്ലീസ്. പോട്ടെ പറഞ്ഞല്ലോ പ്ലീസ്. ഹഫീസിൽ തുടങ്ങാം. ഹഫീസ്, നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അല്ല, അങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ബഹളം പുതിയ കാര്യങ്ങളിലേക്ക് കൂടി വന്നു ഹഫീസ്. ചർച്ച മുന്നോട്ട് പോകണം പ്ലീസ്. അല്ല, ഇങ്ങനെ അതൊക്കെ അവരവരുടെ വിമർശനം. താങ്കൾ പറഞ്ഞോളൂ. വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിക്കുന്നത് പിന്നിലാണെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ കേൾക്കുക. ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. ഇതിനകത്ത് മുകേഷിന്റെ അല്ല, അത് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിട്ടാൽ അത് ബർമുടയും ഞങ്ങളിട്ടാൽ അത് കള്ളിനിക്കറും എന്ന് പറയുന്ന ആ സാഹചര്യം ഒന്നും ഇവിടെ വേണ്ട. അത് പറയുന്ന ശരി. അതൊക്കെ ഞങ്ങളെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഞങ്ങളെ സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട ഇവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 25 നേട്ടത്തെക്കുറിച്ച് 25-30 വർഷക്കാലം കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചവരാണ് LDF. സ്വന്തമായി ഒരു പദ്ധതിക്ക് രൂപം കൊടുത്ത് ഇത് ഞങ്ങൾ നടപ്പാക്കിയ പദ്ധതിയാണെന്ന് പറയാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരെണ്ണമുണ്ടോ? അല്ലേ, അങ്ങനെ പറയാ. അടുത്തതായി നമ്മുടെ ചണ്ടിടിപ്പോ, കുരീപ്പുഴയിലെ ചണ്ടിടിപ്പ് ഇപ്പൊ പൂങ്കാവനമാക്കി എന്നാ പറയുന്നത്. കുരീപ്പുഴ ചണ്ടിടിപ്പ് പൂങ്കാവനമാക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിക്കുക. അതെ, അവിടെ പോയി പൂങ്കാവനമാക്കിക്കോ. പക്ഷേ ഒരു കാര്യം, എന്റെ സംശയം, അവിടെ പോയി നോക്കിയാൽ മതി എന്നാണ് അവർ പറയുന്നത്. അതെ, ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞോളൂ. കൊല്ലം കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് അവരുടെ മാലിന്യം സംസ്കരിക്കാൻ ഒരു ഇടമുണ്ടാവണമല്ലോ. അത് സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് ഉണ്ടാകണമല്ലോ. 2010 സെപ്റ്റംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ്, അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 4 കോർപ്പറേഷനുകൾ, രാജസ്ഥാനിലെ ഒരു കമ്പനിക്കാണ് ഓർഡർ കൊടുത്തത്. ഒരു ട്രയൽ റൺ നടത്താൻ പോലും കഴിയാതെ അവസാനം തൂക്കി വിൽക്കേണ്ടി വന്നു. 55 ഓട്ടോറിക്ഷ എടുത്ത് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയാതെ തൂക്കി വിറ്റു. അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, MG പാർക്കിൻ്റെ സ്ഥിതി എന്താ? MG പാർക്കിലേക്ക് ഇന്ന് രാവിലെ ഞാൻ പോയി കണ്ടതാ. MG പാർക്കിൽ ഒരു മനുഷ്യൻ പൂട്ടിയിടാൻ തുടങ്ങി എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്ത് മറൈൻ അക്വേറിയം, അതിന് മറുപടി ഉണ്ടോ? മറൈൻ അക്വേറിയം അടച്ചു. എല്ലാ പാർക്കുകളും തൊട്ടപ്പുറത്തുള്ള വി ഗംഗാധരൻ മെമ്മോറിയൽ പാർക്ക്, അതിന്റെ സ്ഥിതി എന്താ? MG പാർക്കിന്റെ സ്ഥിതി എന്താ? വിദ്യാഭ്യാസ രംഗത്ത് മാറ്റം ഉണ്ടായതിനെ കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ സാറേ. കാരണം ഈ വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും വികസന രംഗത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ വികസനവും വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് ആർക്ക് ചിന്തിക്കാം. രണ്ടാമത് വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. ഒരു മിനിറ്റ്, ബിജെപിക്കാണ് വിമർശനം. അല്ലല്ല ഹഫീസ്, അത് ബിജെപിയോടാണ് വിമർശനം, കേന്ദ്ര സർക്കാരിനെ പറയാം. വിഴിഞ്ഞം പദ്ധതിയെ സമയം ക്രമീകരിക്കാൻ വേണ്ടിയല്ലേ? പറഞ്ഞോളൂ. വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് താങ്കൾ പറയൂ. വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിലാണ്. അന്ന് ഇതിനെതിരെ സമരം ചെയ്തവരാണ് LDF. ഈ വിഴിഞ്ഞം പദ്ധതി കമ്മീഷനാണ് ആക്ഷേപം കല്ലിടുകയല്ല ചെയ്ത, അഗ്രിമെന്റ് വെച്ച് വർക്ക് ഓർഡർ കൊടുത്ത്. മുതിർന്ന UDF BJP നേതാക്കളുമായിട്ടുള്ള ചർച്ച എന്നുള്ള നിലയിലാണ് ഞാൻ വന്നത്. ഇത്രയും നിലവാരമില്ലാത്ത നിലയിൽ ഈ ചർച്ച പോകരുത്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ വികസനത്തെക്കുറിച്ച് ചോദിച്ചു. കൊല്ലം വളരുകയാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് ഈ കാലയളവിൽ നടന്നത്. നിങ്ങളുടെ MP ഉൾപ്പെടെ വിചാരണ ചെയ്യാൻ ഇറങ്ങിയല്ലോ അല്ലേ? ആരെയാണ് വിചാരണ ചെയ്തത്? ഈ പറഞ്ഞ ഹഫീസേട്ടൻ പറഞ്ഞ 30 വർഷത്തിൽ ഞങ്ങളോടൊപ്പം 19.5 വർഷം ഇരുന്ന് ഭരണപങ്കാളിത്തം വഹിച്ച മൂർത്തി എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർമാനെയും ഡെപ്യൂട്ടി മേയറായ ഗോപിനാഥനെയും ഉൾപ്പെടെ RSPയുടെ ആളുകളെ കൂടിയാണ് വിചാരണ ചെയ്തത്. അഭിമാനബോധമുള്ള RSPക്കാർ UDFന് വോട്ട് ചെയ്യുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തെല്ലാണ് വികസന പ്രവർത്തനം? നിങ്ങളെല്ലാം അങ്ങ് എവിടുന്നെങ്കിലും വന്നിറങ്ങിയതാണോ? ഇപ്പോൾ ഇവിടെ ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയുടെ കാര്യം പറഞ്ഞു. കേന്ദ്രം 2.25 വർഷം തടഞ്ഞു വെച്ചതാണ്. മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് 60 കോടി രൂപ കൂടി ചെലവഴിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാവുന്നത്. ഇവിടെ കക്കൂസ് മാലിന്യം സംസ്കരിക്കാൻ 33 കോടി രൂപയുടെ 12 MLD ദ്രവമാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റ് പൂർത്തിയായി. 75 വർഷമായി നമ്മൾ ഡംപ് ചെയ്തിരുന്ന കുരീപ്പിടയിലെ മാലിന്യ മല പൂന്തോട്ടമാക്കി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലാണോ ജീവിക്കുന്നത്? എവിടെയാണ് നിങ്ങൾ?
എവിടെയാണ്? എന്തെല്ലാമാണ് ഇവിടെ? IT പാർക്ക് വരാൻ പോകുന്നു. IT പാർക്ക് ആണ്ടാമുഖത്ത് കോർപ്പറേഷൻ നിർമ്മിച്ച 50,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലെ ഒരു ഫ്ലോർ. സഹോദരി ഉണ്ടായിരിക്കുന്നേ. എൻ്റെ പൊന്ന് സഹോദരി അവിടെ ഇരി, പൊന്ന് കുഞ്ഞ് അവിടെ ഇരി. 25 വർഷം പറഞ്ഞതല്ലേ മുമ്പ് പറഞ്ഞതല്ലേ. നിങ്ങൾ പരസ്പരം വേണ്ടല്ലോ. നിങ്ങൾ ഇടപെടണ്ട, അവരിരുന്നോളൂ. പറയട്ടെ. കേൾക്ക്, ശാന്തമായി കേൾക്കൂ. ഏണസ്റ്റ് സി അതെ അവര് ഇടപെട്ടില്ല. കേൾക്ക്. പിന്നെ കാര്യം പറഞ്ഞാൽ ജനം അറിയണ്ടേ? ഇവർ ഈ അസത്യം പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിൽ എത്തിക്കാനുള്ള പരിപാടിയാണത്. ഹഫീസ് ചേട്ടന് അറിയുമോ? ഈ കൊല്ലം കോർപ്പറേഷൻ 30 വർഷക്കാലത്തിനിടെ നിങ്ങളെ കരിമാലി സുകുമാരൻ ഈ കോൺഗ്രസ് എത്ര വർഷം ഈ മുനിസിപ്പാലിറ്റി ഭരിച്ചു? ഒരു പദ്ധതി തനതായി തയ്യാറാക്കി കേന്ദ്രത്തിൽ സമർപ്പിച്ച് അംഗീകാരം വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാം. ഇന്ത്യയിലെ 5 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ഒരു നഗരസഭയ്ക്ക് ആദ്യമായി ജനറത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊല്ലം കോർപ്പറേഷനെയാണ്. അതായത് വികസനത്തിൽ അതെ, വികസന കാഴ്ചപ്പാടോടുകൂടി നിശ്ചയദാർഢ്യത്തോടെ ഈ ഭരണം മുന്നോട്ട് പോവുകയാണ്. BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറ്റിയാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് പിന്തുണയോടുകൂടി കൊല്ലത്തെ ഒരു മഹാനഗരമാക്കാനുള്ള ഇച്ഛാശക്തിയോടെ പ്രവർത്തനം നടത്തുന്നത്. എന്തെല്ലാമാണ് ചെയ്ത 1 മണിക്കൂർ എന്നാൽ ഞാൻ പറയാം. ബഹുമാനായ CPM പ്രതിനിധിയുടെ വാക്കുകൾ വളരെ ചിരിയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. കൊല്ലത്തിൻ്റെ വികസനം എന്ന് അവർ പറയുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കേരളത്തിൻ്റെ പൊതുവായ വികസനം, വിഴിഞ്ഞം അടക്കം ഇവിടെ സൂചിപ്പിച്ചു. വിഴിഞ്ഞം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തുറമുഖമാണ്. അതൊരു സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്നതല്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. കേരളത്തിന്റെ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം 65,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തത്. ഞാൻ പറയാം, 100% കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനം നടന്നത്. അല്ല ശരിയല്ല. ഞാൻ കൃത്യമായി പറയാം. ശരിയല്ല. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് 25% തുക കൊടുക്കാമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു. അതിന്റെ GST അടക്കം കേരളത്തിന്റെ വാങ്ങി കേന്ദ്ര സർക്കാർ. അതിനുശേഷം ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി കത്തെഴുതി കേരളം കടക്കണിയിലാണ്, ബാക്കി തുകയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ സർക്കാർ. മറ്റൊരു സംസ്ഥാനവും ഇതുപോലെ പണം മുടക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിൽ നിന്ന് 6,000 കോടിക്കടക്കം വാങ്ങി, GST അടക്കം വാങ്ങി, തിരിച്ചു മറ്റ് സ്ഥലങ്ങളുടെ ഭൂമിയും ഇവിടുത്തെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന പ്രദേശങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പ്രദേശങ്ങൾ കടന്നു പോകുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ കോർപ്പറേഷന്റെ കാര്യം വാതോരാതെ ഇവർ പറയുന്നു. ഞാൻ ചോദിക്കുന്നു, കൊല്ലം ടൗണിൽ മര്യാദയ്ക്ക് വൃത്തിയുള്ള ഒരു മൂത്രപ്പുര, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു മര്യാദയ്ക്ക് വൃത്തിയുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ സ്ഥാപിക്കാൻ കഴിയാത്ത ഭരണസമിതി. കൊല്ലം ചിന്നക്കടയിൽ വന്നാൽ ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കൊല്ലം ചിന്നക്കട, കൊല്ലം ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താ? അഷ്ടമുടി കായലിന്റെ അവസ്ഥ എന്താ? കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താ? കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ എന്താ? അഷ്ടമുടിയുടെ എന്ത് മാറ്റം 25 വർഷം കൊണ്ട് 25 വർഷം കൊണ്ട് എന്ത് മാറ്റം ഭരണസമിതി? വികസനം എന്ന് പറഞ്ഞ് ഈ കാഷ്വയിൽ 100 വർഷം പഴക്കമുണ്ടായ കൊല്ലം ജില്ലയാണ്. ആ കൊല്ലം ജില്ലയിൽ ഇപ്പം തരിപ്പണമായി കിടക്കുകയാണ്. ഇപ്പം നടന്നിപ്പോൾ 850 കമ്പനിയാണ് പടഞ്ഞു കിടക്കുന്നത്. അതിനകത്ത് ഇപ്പം നടന്നു പോകുന്ന 70 കമ്പനിയിൽ പകുതിയും ഗവൺമെൻറ്റുകാരാണ് നടത്തുന്നത്. അത് തന്നെ നഷ്ടത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമുക്ക് പുനർജീവിപ്പിച്ച് കൊണ്ടുവരാൻ എന്താണ് കാഴ്ചപ്പാട്? അത് പ്രധാനമാണ് വോട്ടറെ സംബന്ധിച്ച്. BJP കോൺഗ്രസ് പ്രതിനിധികളോട് ചോദിക്കാനുള്ളത്, നമ്മൾ കേരളത്തിൽ ഇന്ന് വരെ അഭിമുഖീകരിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രളയം ഈ രാജ്യത്തുണ്ടായതാണ്. ആ പ്രളയത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കേരളം ഒട്ടുക്ക് പൈസ പിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ 1 രൂപ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിയോ? എത്രയോ വീട് വെച്ചു കൊടുക്കുമെന്ന് അവകാശവാദം ഉന്നയിച്ചു വയനാട് എന്തെങ്കിലും ചെയ്തോ?
അവിടെ എല്ലാം അതൊരു ചോദ്യം നിക്ക്, പിന്നെ പറയാം. നിങ്ങള് നാഷണൽ ഹൈവേയുടെയും ചേട്ടാ ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ? ഇനി വയനാടും കാശ്മീരും ഒക്കെ പോണോ? തദ്ദേശ കോൺഗ്രസിനോടാ ചോദ്യം. പ്രശാന്ത് ചോദ്യം കോൺഗ്രസിനോടാണ്. കോർപ്പറേഷൻ കാര്യം കൂടെ ഒന്ന് ബിജെപിയോടല്ല കേട്ടോ. ഇത് വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. കേരളത്തിലെ വിഷയങ്ങളാണ് ഇതൊക്കെ. കോർപ്പറേഷൻ അവരുടെ അവസരമല്ലേ? ഞാൻ മറുപടി പറയാം. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് മറുപടി ഇവിടുത്തെ പ്രസക്തമായ ഈ അഴിമതി നിറഞ്ഞ കോർപ്പറേഷൻ കിട്ടിയതിന് ശേഷം കൊല്ലത്തൊരു പുതിയ റോഡ് ഉണ്ടായിരുന്നു. ഈ ഭരണം ഈ ലിങ്ക് റോഡ് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ പറഞ്ഞുതരാൻ ലിങ്ക് റോഡ് കൊല്ലം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പ്രോജക്റ്റ് ആണ്. തുടക്കം വിഷയം അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ അറിഞ്ഞുകൂടാതെ പറയാതെ എല്ലാ പദ്ധതിയും നിങ്ങളാണ് ഇവിടെ. അത് തന്നെയാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യം അത് തന്നെയാണ്. ഹഫീസ് രണ്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉയർന്നു വന്നു. എന്താണ് കാഴ്ചപ്പാടെന്ന് ചോദിച്ചു. മുണ്ടക്കൈ ചൂരൽ മലയിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതല്ലാതെ പിരിച്ചതെത്ര, വീട് എവിടെ എന്ന പ്രധാന ചോദ്യം. അഴിമതി രഹിതമായി ജനങ്ങളുടെ മുമ്പിൽ പ്രതിപക്ഷത്തിന് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം ചോദിക്കുന്ന ആളിന്റെ മനസ്സിൽ തോന്നിയ മറുപടി പറഞ്ഞോളൂ. മുഴുവൻ കൊടുത്തിട്ടുണ്ട്, മറുപടി ചെയ്തിട്ടുണ്ട്, മുഴുവൻ ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ പിരിച്ച പണം എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്കും കൊടുക്കാൻ നിന്നിട്ടില്ല. എല്ലാവരും ഇതൊക്കെ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തരുത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കൊല്ലം കോർപ്പറേഷൻ 30 വർഷം, 5 വർഷം മുനിസിപ്പാലിറ്റി, നിലയില് 25 വർഷം കോർപ്പറേഷൻ നില സ്വന്തമായി ഒരു ഏത് പദ്ധതി നടപ്പാക്കി. ഇവിടെ കൊല്ലം കോർപ്പറേഷനിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടാക്കിയത് എൻ തങ്കപ്പൻ ചെയർമാനായിരുന്ന കാലഘട്ടത്തിലാണ്. കൊല്ലം ലാൽ ബഹദൂർ സ്റ്റേഡിയം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ആ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിൽ നിന്ന് പാമ്പ് കയറി നടക്കുക. അവിടുത്തെ സിന്തറ്റിക് ട്രാക്കിൻ്റെ സ്ഥിതി ദയനീയമാണ്. മാത്രമാണോ ഒരു സ്ലോട്ടർ ഹൗസ് സ്വന്തമായിട്ട് ഇപ്പോഴും നടക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം കൊണ്ട് അടുത്ത് എവിടെയാ? നമ്മുടെ ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. 12 കോടി രൂപ മുടക്കി എവിടെ പോയി എത്തി നിൽക്കുന്നു? കൊല്ലത്ത് വൻമതിലുണ്ടാക്കി. ആ വൻമതിൽ വന്നോടി കൊല്ലം നഗരം ഇല്ലാതായി എന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ശരി, ഓക്കെ. കേരളം മൊത്തം വൻമതിലല്ലേ? അത് കാണാനില്ലേ? അതുപോലല്ല നഗരഹൃദയത്തിൽ അതല്ല. നഗരഹൃദയം അതല്ല. കേരളം മൊത്തം വൻമതിലല്ലേ എന്റെ പൊന്ന് ചേട്ടാ? ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നത്. പില്ലറുകൾ സ്ഥാപിക്കണമായിരുന്നു. അവിടെ പില്ലറുകൾ കൊല്ലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിരവധിയുണ്ട്. അവിടെ നിരവധിയായ ചോദ്യങ്ങളുണ്ട്. എന്തോ മേയർ സ്ഥാനാർത്ഥിയാന്നൊക്കെ പറഞ്ഞു. അതിന്റെ പേരിലാണ് 12 കോൺഗ്രസ് റിബലുകൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം UDF 10 ആണ്. അതിന്റെ പേരിലാണ് കോൺഗ്രസിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിബലായി നിന്നവരെ പുറത്താക്കി. അവരെല്ലാം ഇപ്പൊ സ്ഥാനാർത്ഥികളാണ്. മനസ്സിലായില്ലേ? ആരാണ്? എന്തോത്തിന്റെ എവിടുത്തെ മേയറുടെ കാര്യം നിങ്ങൾ പറഞ്ഞ? കൊല്ലത്തെ ആണോ? കൊല്ലത്തെ മേയറാണോ? വികസനം എത്ര വികസനം പറയണം? എത്ര വികസനമാണ്? ഒരെണ്ണോ? ഒരു കമ്പർസേഷൻ പറ. കൊല്ലം കോർപ്പറേഷന്റെ പരിധിയിൽ വൃത്തിയുള്ള ഒരു കമ്പർസേഷൻ. റിബലല്ലേ? ഏത് റിബലാണ്? വികസന പ്രവർത്തനം. രാഷ്ട്രീയ തിമിരം ബാധിച്ചാൽ ഇങ്ങനെയാണ്. വികസനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സഞ്ചരിക്കുന്ന റോഡ് 74 കിലോമീറ്റർ കൊല്ലം പട്ടണത്തിൽ BMNBC ചെയ്തു. ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാക്കി. അത് ഓലേക്കടവി വന്ന് കയറി 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. 10 കോടി രൂപ ചെലവഴിച്ച് 10 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് 10 കോടി ചെലവഴിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസ് മുതൽ താലൂക്ക് കച്ചേരി വരെയുള്ള റോഡ് അടിപൊളിയാക്കിയില്ലേ? എന്താ ജീവനാണ് അഷ്ടമുടി? ജീവനാണ് അഷ്ടമുടി എന്താണ്? 200 ടൺ മാലിന്യമാണ് അഷ്ടമുടിയുടെ അടിവാരത്തിൽ നിന്ന് മാറ്റിയത്. ബയോഡൈവേഴ്സിറ്റി ഇക്കോ ഹബ്ബ് വരാൻ പോകുന്നു. സലീമിന് കാണാൻ പറ്റത്തില്ല. സലീം ഇവിടുത്തെ ഏത് വികസന നായകനാ? ഏത് പാർട്ടിയാ നിങ്ങള്? ആരുടെ വക്താവാ നിങ്ങള്? ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി. ബയോഡൈവേഴ്സിറ്റി ഇക്കോ ഹബിന് വേണ്ടി 59 കോടി 71 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ കോർപ്പറേഷൻ അവരൊരു നടക്കുന്നത്. BJP എന്തായി രാജ്യത്ത് എല്ലാ ബഡ്ജറ്റ് വരുന്ന സമയത്ത് പറയും കൊല്ലത്തെ ഒരു മഹാനഗരമാക്കുമെന്ന്.
അല്ല, എന്റെ BJP പ്രിയപ്പെട്ടവരെ, ഗുജറാത്തിൽ പോയി കേന്ദ്ര നോക്കിയാൽ മതി. സർക്കാർ 2014 കക്കൂസില്ലാത്ത അമൃത് ഗുജറാത്തിലൊന്ന് പോയാൽ മതി. നഗര പദ്ധതിയിൽ കൊല്ലത്തെപ്പെടുത്തി. കക്കൂസുണ്ടോ പക്ഷേ ഗുജറാത്തിൽ? കഴിഞ്ഞ 5 വർഷക്കാലം പ്രശാന്ത്, മാത്രം കക്കൂസുണ്ടോ ഗുജറാത്തിൽ? 280 കോടി പ്രശാന്ത്, രൂപ പ്രശാന്ത്, ചെലവഴിക്കാതെ പാഴാക്കി കളഞ്ഞ ഒരു ഭരണസമിതി. പ്രശാന്ത്, 280 പ്രശാന്ത്, കോടി നേരത്തെ രൂപ സലീം കേന്ദ്ര ചോദിച്ചത് സർക്കാരിന്റെ അമൃത് നഗര പദ്ധതി. കൊല്ലത്തുകാരനായ കേന്ദ്ര അല്ല, സഹമന്ത്രി കൊല്ലത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്നൊരു സുരേഷ് വിമർശനം ഗോപി പലതും പറയുന്നത് കേട്ടു. സുരേഷ് ഗോപി താങ്കളോട് കൊല്ലത്തുകാരനായ ആൾ തന്നെയാണ്, സംശയമൊന്നും വേണ്ട. പക്ഷേ സുരേഷ് ഗോപിയെ ജയിച്ചത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP എന്നുള്ള നിലയിലാണ് അദ്ദേഹം ജയിച്ച് മന്ത്രിയായത്. കൊല്ലത്തിന്റെ നാട്ടുകാരൻ എന്നുള്ള നിലയിലല്ല. കൊല്ലത്തിന്റെ വികസനത്തിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട്. ശരി പ്രശാന്ത്, ഇനിയും ഇടപെടും. ബഹുമാന്യനായ BJPയുടെ നേതാവിനോട് ഒരു ചോദ്യം. റെയിൽവേ വികസനം വന്നു, ഇപ്പോൾ യൂസേഴ്സ് ഫീ അത് ഒരു മറ്റ് ഇത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു റെയിൽവേയുടെ ഒരു വികസനമാണ് കേരളത്തിൽ ഇന്ത്യ കൊല്ലത്ത് നടന്നത്. പക്ഷേ എങ്കിൽ പോലും അത് പ്രൈവറ്റ് മേഖലയ്ക്ക് വിറ്റു എന്നാണ് അറിയുന്നത്, കേന്ദ്ര സർക്കാർ വിറ്റു എന്നാണ് അറിയുന്നത്. അതിനെപ്പറ്റി BJPയുടെ നേതാവിന് എന്താണ് പറയുവാനുള്ളത്? അതോടൊപ്പം തന്നെ നമ്മളുടെ എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ട് യൂസേഴ്സ് ഫീ ഇപ്പം 700 രൂപയാണ്. അതും പ്രൈവറ്റ് മേഖലയ്ക്ക് അദാനിക്ക് വിറ്റുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. രാജ്യം വിറ്റുകൊണ്ടിരിക്കുക, എല്ലാം വിൽക്കുകയാണ്. അവസാനം വിഴിഞ്ഞത്ത് അദാനി വന്നപ്പോൾ ഞങ്ങളുടെ പാർട്ണർ എന്ന് പറഞ്ഞ പാർട്ടിയാ. അവസാനം വിഴിഞ്ഞത്ത് അദാനി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴേ പറഞ്ഞു അദാനി ഞങ്ങളുടെ പാർട്ണറാണെന്ന് പറഞ്ഞ മന്ത്രിമാരെല്ലാം നാളെ ഗ്യാസിന്റെ കാര്യം സ്വകാര്യവൽക്കരണ ചില കാര്യത്തിൽ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. നാട്ടിലെ ഗ്യാസിന്റെ വിലയെ കുറിച്ചാണ് 380 രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്ന UPA ഗവൺമെന്റ് ഭരിച്ചപ്പോൾ കൊടുത്തിരുന്ന 380 രൂപയ്ക്ക് കൊടുത്തിരുന്ന ഗ്യാസ് അതിൽ കുറയ്ക്കാമെന്ന് പറഞ്ഞാണ് BJP അധികാരത്തിൽ വന്നത്. BJP അധികാരത്തിൽ വന്നത് 1000 രൂപ എന്താണ് പറയുവാനുള്ളത്? കാലാനുസൃതമായ മാറ്റം ഉണ്ടാവും. ഇത് കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണല്ലോ. കൊല്ലം കോർപ്പറേഷനും കൊല്ലം ജില്ലയും. ഞാൻ കേന്ദ്രത്തിലും വയനാടും ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതങ്ങ് പറഞ്ഞല്ലോ കൊല്ലം ജില്ലയാണെന്ന്. ശരി, ഈ അഷ്ടമുടിക്കായലിൻ്റെ കാര്യം ഏണസാഹിബിനോട് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി അവിടെ ഒരു എടുപ്പ് കുതിര പോലൊരു സാധനം വന്ന് ഏറ്റവും കൂടുതൽ വിലയുള്ള പെട്രോളിന് അത് എന്ത് അക്കരെ കിടക്കും എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അടുത്ത ചോദ്യങ്ങൾ എവിടെയാണ്? 74 കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് അത് പൂർത്തിയാക്കാൻ. കേട്ടോ നാസറിക്ക, നിങ്ങളൊക്കെ കൊല്ലത്താണോ ജീവിക്കുന്നത്? കൊല്ലത്ത് തന്നെ ജീവിക്കുന്നത്. മറുപടി വന്നു. അടുത്ത ചോദ്യം താങ്കളോടാണ് ചോദ്യം. താങ്കളോടാണ് സാർ പറയുകയുണ്ടായി എത്രയോ കോടി രൂപ ചെലവാക്കി റോഡ് പണിയൊക്കെ ക്ലിയർ ചെയ്തെന്ന്. ഇത് ഈ റോഡ് പണി ക്ലിയർ ചെയ്യുന്നിട്ട് തീരദേശ റോഡൊന്നും കണ്ടിട്ടില്ലായിരുന്നോ? ഞാൻ തീരദേശത്തുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുണ്ടക്കൽ തീരദേശ റോഡിന് വല്ല കുഴപ്പമുണ്ടോ? എവിടുന്ന് കോർപ്പറേഷന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. അല്ല, എന്റെ വീട് മുണ്ടക്കിലാകും, ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്. കേട്ടോ, ചോദ്യം, ഈ ശബരിമല കൊള്ളയിൽ ഏറ്റവും വലിയ കൊള്ളക്കാരൻ പത്മകുമാറാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോൾ വരെ ഒരു നടപടിയെടുക്കാൻ CPM തയ്യാറായിട്ടുണ്ടോ? ദൈവവിശ്വാസവും ശബരിമല പ്രവേശനവും സംബന്ധിച്ച് കേരളം മുഴുവൻ അഴിഞ്ഞാടിയ BJP നേതൃത്വം ഈ ശബരിമല കൊള്ളയെക്കുറിച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു മൂവ്മെൻറ്റും നടത്താൻ തയ്യാറായിട്ടില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തെ കാര്യം, അടുത്ത ഞാൻ പറഞ്ഞു തരട്ടെ. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങളിലും BJP മുൻപന്തിലുണ്ട്. സമരമുഖത്തുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഒരു കോർപ്പറേഷന്റെ, ഒരു പ്രദേശത്തിന്റെ, ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് വേണ്ടുന്ന അനിവാര്യമായ ഒരു പരിഷ്കൃതമായ സ്ലാട്ടർ ഹൗസ് സ്ഥാപിക്കുവാൻ ഇന്ന് വരെ കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ശബരിമല അടക്കം ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നം ഇവിടെ വന്നിട്ടുണ്ട്. ശബരിമല ചോദിച്ചത് നന്നായി. ശബരിമലയിൽ 22 വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെ 18 സംസ്ഥാനങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. അത് കണ്ടപ്പോൾ BJPക്കും UDFനും ഹാലിളകി. 8 കോടി രൂപ 1000 കോടി രൂപയുടെ ശബരിമല പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ശബരിമലയിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആരാധ്യനായ വെള്ളാപ്പള്ളി നടേശൻ എന്താ പറഞ്ഞത്? എനിക്ക് 90 വയസ്സായി, എനിക്കിനി മല ചവിട്ടി കയറി അയ്യപ്പനെ തൊഴാൻ കഴിയില്ല. അവിടെ റോപ്പ് വേ ഉൾപ്പെടെ 1000 കോടി രൂപയുടെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റിയാണ്. പിന്നെ അഴിമതിയുടെ കാര്യം, പത്മകുമാറിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി
ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായ സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒന്ന് കണ്ണ് കാണിച്ചാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസ് അഴിമതിക്കെതിരായി നല്ല നിലപാട് സ്വീകരിക്കുന്നവരാണ്. കോൺഗ്രസിന്റെ എത്ര കേന്ദ്രമന്ത്രിമാരാ ജയിലിൽ കിടന്നത്? ഇതുപോലെയാണോ LDF? പിണറായി വിജയൻ കണ്ണ് കാണിച്ച പത്മകുമാറിനെ തൊടുന്നത്? അഴിമതിക്കെതിരായി നല്ല നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. ഒറ്റ അഴിമതിക്കാരനെയും ഞങ്ങൾ വെച്ചുവാഴിക്കില്ല. അത് കോൺഗ്രസിന്റെയും BJP-യുടെയും പാരമ്പര്യമാണ്. 20,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിൽ BJP അടിച്ചു മാറ്റിയത്. രാജ്യത്തിന്റെ സമ്പത്താണ്. നിരോധിച്ച സാധനമാണ്. അഴിമതി കണ്ടുകൊണ്ട് സുപ്രീം കോടതി നിരോധിച്ചതാണെന്നേ. ദയവായി അതിലൊന്നും ഇനി ആർഗ്യുമെന്റ് എടുക്കരുത്. കാരണം സുപ്രീം കോടതി നിരോധിച്ച അഴിമതിയുടെ രാജ്യത്തെ സാധാരണഗതിയിൽ മലർപ്പൊടിക്കാരന്റെ ഒരു സ്വപ്നം എന്ന് പറയും. അല്ല, ചോദിക്കട്ടെ, ഇതുപോലെ വലിയ പദ്ധതികൾ വരാൻ പോകുന്നു, അവിടെ വരാൻ പോകുന്നു, ഇവിടെ വരാൻ പോകുന്നു. കൊല്ലത്ത് എയർപോർട്ട് വരുമെന്നൊരു പറയും. അതിനും പദ്ധതി കേരളത്തിലെ ആദ്യത്തെ എയർപോർട്ട് കൊല്ലത്തായിരുന്നു. അറിയുമോ? കൊല്ലത്ത് വാട്ടർ മെട്രോ വരുമെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? എനിക്ക് ഒറ്റ കാര്യം സൂചിപ്പിക്കാല്ലേ, നിങ്ങൾ തമ്മിലല്ലേ, നിങ്ങൾ കൊല്ലത്തിന്റെ നേതാക്കളല്ലേ, അദ്ദേഹം നിർത്തി. നിങ്ങൾ പൂർത്തിയാക്ക്. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ മൈക്ക് വെച്ച് സംസാരിക്കും. പൂർത്തിയാക്കിക്കോളൂ സാർ, പൂർത്തിയാക്കൂ. ഇതുപോലെ ഒരുപാട് പദ്ധതികൾക്കൊക്കെ രൂപം കൊടുക്കാറുണ്ട്. എല്ലാം കൺസൾട്ടേഷൻ കൊടുക്കാറുണ്ട്. കോടിക്കണക്കിന് ഉറുപ്പിക ഈ കരിമാലിയുടെ കാലത്ത്. ഞാൻ പറഞ്ഞു, ഈ ഞാനും 5 വർഷം ഞങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10-25 വർഷക്കാലം വാങ്ങിക്കുന്നല്ല ഞങ്ങൾക്ക് അറിയാലോ. ഞാൻ 10-25 വർഷക്കാലം കോർപ്പറേഷൻ കൈക്കൂലി വാങ്ങിച്ച് നിങ്ങളുടെ കാര്യം വ്യക്തിപരമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റുമാണ്. ചന്ദ്രശേഖരനെ കുറിച്ച് എന്താ പറയാ? തുറന്ന പുസ്തകമാണ് LDF എന്ന് പറയുന്നത്. കൊല്ലത്തെ മനസ്സിലായ തമ്പാന കോൺഗ്രസ് നടപടിയെടുത്ത എന്തിനാ? തമ്പാന്റെ പേര് നടപടിയെടുത്ത എന്തിനായിരുന്നു കോൺഗ്രസ്? അല്ല, ഈ റോപ്പ് വരും, മറ്റേത് വരും, മറിച്ചത് വരും എന്ന് കുറെ കേട്ടായി. ഈ ഞാങ്കടവ് പദ്ധതി ഇന്നും നാളെ എന്ന് പറയാൻ തുടങ്ങി. കാൽ നൂറ്റാണ്ടായി ഞാങ്കടവ് പദ്ധതി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഈ ഞാങ്കടവ് പദ്ധതി ഇതിനിടയ്ക്കൊരു പറഞ്ഞോട്ടെ, ചോദ്യത്തിലേക്ക് പ്ലീസ്. ലാസ്റ്റ് റൗണ്ട് ആണ്, ലാസ്റ്റ് റൗണ്ട് ആണ്. ഞാൻ പറയട്ടെ, ഇവിടെ പറയേണ്ട കാര്യമില്ല. പിന്നെ BJP പ്രതിനിധികളാണ് ചോദിക്കുന്നത്. ഗ്യാസിന്റെ സബ്സിഡി ബാങ്കിൽ വരുമെന്നും പറഞ്ഞ് ഇവിടുത്തെ സാധാരണക്കാരെ കൊണ്ടെല്ലാം ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ചു. ഈ 2 വർഷമായി ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഗ്യാസിന്റെ സബ്സിഡി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപയാണ്? ഓപ്പൺ ചെയ്തു. മോഡിജി എല്ലാവർക്കും 15 ലക്ഷം തരാന്ന് പറഞ്ഞതാ. ശബരിമലയിൽ നിന്ന് ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്ന ഭരണമുന്നണിയാണ്. ഇപ്പൊ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി. ആരോടാണ് ചോദ്യം? ചോദിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, വേഗത്തിൽ ചുരുക്കി വേണേ പ്ലീസ്. എപ്പോഴും LDF ആണ് വികസനത്തിന് വേണ്ടി നിന്നിട്ടുള്ളത്. BJP-യും കോൺഗ്രസും ഇപ്പോഴാണ് വികസനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ ശബരിമല കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പം പത്രത്താളുകളിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്ന ന്യൂസ് ഇപ്പം അകത്തോട്ട് പോയി. ഫ്രണ്ടിൽ ഇപ്പം മെയിൻ ന്യൂസ് ഇല്ല പത്രത്തിൽ. അത് കണക്ക് തന്നെ കോൺഗ്രസും BJP-യും അതിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് തോന്നുന്നു. ഇടതുപക്ഷത്തിന് CPM-ന് ഇപ്പോഴും ധാരാളം മോട്ടിച്ചത് എന്ന് കണ്ടുപിടിക്കണമെന്നാണ് CPM-നുള്ള നിലപാട്. പക്ഷെ മറ്റവർക്ക് ആ ഒരു താല്പര്യം ഇല്ല. തന്ത്രി കുടുംബത്തിലോട്ട് പോയപ്പോഴത്തേക്ക് ആ താല്പര്യം ഇല്ല. ജില്ലാ പ്രസിഡന്റാണ്. ബംഗാരു ലക്ഷ്മൺ എന്ന് കേട്ടിട്ടുണ്ടോ? BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു.
നേരിട്ട് കാശ് വാങ്ങിച്ച് പുട്ടടിക്കാനാ BJP പുറത്താക്കിയതല്ലേ? എന്റെ രാജ്യത്തൊരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷൻ കൈക്കൂലി വാങ്ങുന്ന ആദ്യത്തെ സംഭവമായിരുന്നു അത്. 8 കോടി രൂപ ചെലവഴിച്ചെന്നല്ലേ പറഞ്ഞത്? 8 കോടി രൂപ നരേന്ദ്രമോദി ട്രംപിനെ ഇവിടെ കൊണ്ടുവന്ന് ഗുജറാത്തിൽ കൊണ്ടുവന്ന് ചേരികളെല്ലാം മണൽ കെട്ടി തിരിച്ച് 680 കോടി രൂപയാണ് ചെലവഴിച്ചത്. ട്രംപിനെ കൊണ്ടുവന്ന് ഇത് അയ്യപ്പന്റെ അതേ സമയം തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആ വിശ്വാസി സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് വാങ്ങാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്ന ഒരു പരിശ്രമമല്ലോ ഇതുവരെ ചെയ്തില്ലല്ലോ. അയ്യപ്പന്റെ അയ്യപ്പന്റെ അന്വേഷണം നടക്കല്ലേ ഹഫീസ്? അന്വേഷണം നടക്കല്ലേ? പ്രതികൾ അറസ്റ്റിലല്ലേ? പ്രതികൾ അറസ്റ്റിലല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത് BJPയുടെ പ്രസിഡന്റിനോടാ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്തിനോട്. ചോദിക്കേ. കൊല്ലത്ത് ഇത്രയും വികസനങ്ങൾ നടന്നിട്ട് കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ഒരു വികസനം പറയട്ടെ. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ഇവിടെ ഒരു മൂത്രപ്പുര ഇല്ലെന്ന്, പ്രധാനമന്ത്രി കക്കൂസും ജില്ലാ പ്രസിഡന്റ് മൂത്രപ്പുര ഇല്ലെന്ന് പറയുന്നതാണോ പ്രസിഡന്റ്? ഒരു ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പെൻഷൻ വാങ്ങിച്ചിരുന്ന ഒരു വികലാംഗനാണ് ഞാൻ. 600 രൂപ പെൻഷൻ വാങ്ങിച്ച സമയത്ത് 18 മാസത്തോളം പെൻഷൻ മുടങ്ങിയിരുന്നു. ഇപ്പോൾ ആ പെൻഷൻ ഈ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസ് മിനിസ്ട്രിയും വർദ്ധിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2000 പെൻഷൻ വർദ്ധിപ്പിച്ചു. അത് തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? അംഗീകരിക്കാൻ തയ്യാറാണോ? ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ശല്യം ചെയ്യരുത്. ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. 2017 അസംബ്ലിയിൽ സ്വരാജ് എന്ന് പറയുന്ന CPI MLA ചോദ്യമുണ്ട് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനോട്, എത്ര മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വ്യക്തമായി മറുപടി പറയാൻ രേഖാസഹിതം പറയുന്നുണ്ട്. 3 മാസത്തെ കുടിശ്ശിക. 3 മാസത്തെ കുടിശ്ശിക കേരളത്തിലെ 62 ലക്ഷം ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. കേരളത്തിലെ 62 ലക്ഷം കുടുംബങ്ങളെ വിഡ്ഢികളാക്കരുത്. 32,000 പേർക്ക് 600 രൂപ കൊടുത്തതാണ് 18 മാസം കുടിശ്ശികയാക്കിയത്. സർ അത് പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടല്ല കുടിശ്ശിക തർക്കം പറയുമ്പോൾ 2016 ഓണക്കാലത്ത് 15,000 രൂപ വരെ ക്ഷേമ പെൻഷൻ വാങ്ങിയ നാടാണ് കേരളം. ഒരാൾ 15,000 രൂപ വരെ കുടിശ്ശിക അത്രയുള്ളതുകൊണ്ടാണ്. സഖാവിനോടാണ് താമരക്കുളം കുളമാക്കിയെന്ന് പറഞ്ഞു. ഈ പ്രസന്ന ഏണസ്റ്റാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്, അവിടുത്തെ മെമ്പർ. അപ്പം കുളമാക്കിയത് ആരാണ്? ഹഫീസ് ഹഫീസ് കൗൺസിലർ ആയിരുന്ന 2015-20 കാര്യമാണ്. അവിടെ IT പാർക്ക്, അവിടെ അംഗൻവാടി, കൊല്ലത്തിന്റെ ഏറ്റവും വലിയ ശാപം ഈ മാലിന്യ നിർമ്മാർജ്ജനമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് പട്ടികൾ. ആൾക്കാരെ കഴിച്ചു. രാജ്യത്തിന്റെ പ്രശ്നമാണത്. സുപ്രീം കോടതി ഇടപെട്ട പ്രശ്നമാണ്. 22,000 നായ്ക്കളെയാണ് വന്ധീകരിച്ചത്. 22,000 നായ്ക്കളെ ഈ കേരളത്തിലെ ആദ്യത്തെ ശീതീകരിച്ച ABC സെന്റർ അഞ്ചാലുമൂടിൽ ആരംഭിച്ച കോർപ്പറേഷൻ. 22,000 നായ്ക്കളെ വന്ധീകരിച്ചു. ഒരു ചോദ്യം കൂടി. ABC പദ്ധതി കേട്ടു. ഹലോ, കോൺഗ്രസിനോടാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ തയ്യാറാവില്ലയോ? ഒറ്റ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഗവൺമെന്റിന്റെ ചുമതല. അതെന്ത്? അത് ഞങ്ങളല്ല അറസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ തള്ളി പറയോ? കോൺഗ്രസ്സുകാർ പറയോ? ഒറ്റ ചോദ്യം. അത് ഞങ്ങളല്ല തള്ളി പറയില്ല. ഗവൺമെന്റാ. തള്ളി പറയില്ലോ? പോലീസ് അവർക്കത് പറയാൻ പറ്റില്ല. കൊല്ലത്ത് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നേറാനാകും? ഇടതുപക്ഷത്തിന്റെ വലിയ സ്വാധീനമുള്ള ഒരു ജില്ല എന്ന നിലയിൽ തെറ്റിദ്ധാരണയാ. അങ്ങനെ പറയുകയാണെങ്കിൽ ഇടതുപക്ഷം 32 വർഷക്കാലം ഭരിച്ചതാ ബംഗാളിൽ.
32 വർഷക്കാലം ഭരിച്ച ബംഗാളിൽ ഇന്ന് വട്ടപൂജ MLA. രാജ്യത്ത് കോൺഗ്രസോ? രാജ്യത്ത് കോൺഗ്രസ് ആണ് നിൽക്കുന്നത്. ചോദ്യം നേരിടും. ഇപ്പൊ കർണാടകയിൽ തന്നെ എന്തൊരു തല്ലാണ്. പെൻഷന്റെ വിഷയം പറയട്ടെ, നിങ്ങൾ വേറെ ചോദ്യം ചോദിക്കാതെ. അല്ല, നിങ്ങൾ കണ്ടുകൂടി ചെയ്തോ? ഞാൻ കൊല്ലത്തെ കാര്യമാണ് ചോദിച്ചത്. കൊല്ലത്ത് നിന്ന് ബംഗാളിലേക്ക് പോയത് അങ്ങാണ്. കൊല്ലത്ത് നിങ്ങൾക്ക് ഇപ്പോ 25 വർഷത്തെ കുത്തകയാണ് അവർക്ക്. പൊളിക്കാനാവുമോ? 10 താഴെ പേരുമായിട്ട് നിന്നതാ. അടുത്ത കഴിഞ്ഞ് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ കൊല്ലം BJP ഭരിക്കും. ലോക മാതൃകയിലുള്ള കൊല്ലം BJP ഭരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുജറാത്തോ? നിങ്ങൾ ഗുജറാത്തല്ല, കൊല്ലം ഭരിക്കും UDF എന്ന് പറയാൻ പറ്റുമോ? ഒരു സംശയവും വേണ്ട. കൊല്ലം കക്കൂസില്ലാത്ത ഗുജറാത്തിൽ പോയി കക്കൂസ് ഉണ്ടാക്കട്ടെ. യുഡിഎഫിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് പറയുന്നത് UDF കൊല്ലം പിടിക്കുമെന്ന്. UDF-ന് 10 താഴെയാണ് താമരക്കുളം ഉൾപ്പെടെ. ഇദ്ദേഹം മത്സരിക്കുന്ന താമരക്കുളം ഉൾപ്പെടെ കൊല്ലത്തിന്റെ തൊഴിലാളി നേതാവ് ഇപ്പോൾ ജയിക്കും, ഒരു സംശയവും വേണ്ട. കൊല്ലത്തിന്റെ രാഷ്ട്രീയ ആവേശമാണ്, വികസനമടക്കമുള്ള രാഷ്ട്രീയ ആവേശമാണ് പടക്കളത്തിൽ ഇവിടെ കണ്ടത്. 3 മുന്നണി വക്താക്കളും സംസാരിച്ചപ്പോൾ പങ്കുവച്ചത് ആത്മവിശ്വാസം കോർപ്പറേഷന്റെ കാര്യത്തിലും ജില്ലയുടെ കാര്യത്തിലും. താങ്ക് യു.